ഹേ യോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആലിയ ഭട്ട് ഫേവറേറ്റ് മിൽക്ക് കേക്ക് ഇല്ലേ, അത് അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 250 ml ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു 3 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ വലിയ ബൗളിലേക്ക് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ബൗളിലേക്ക് എഗ് യോക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 2 എഗ്ഗും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ എഗ് വൈറ്റിലേക്ക് എഗ് യോക്ക് മിക്സ് ആവാനേ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി എഗ് യോക്കിലേക്കില്ലേ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി എഗ് വൈറ്റിലേക്ക് 250 ml കപ്പിൽ ഒരു 1/4 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും 1/4 കപ്പ് നിങ്ങളിലുള്ള ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി എഗ് വൈറ്റും പഞ്ചസാരയും ഇല്ലേ, അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ബീറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ മിസ്സായി പോയി. അപ്പോൾ ഇതൊന്ന് ബീറ്റായി വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച എഗ് യോക്കും വാനില എസൻസും ഇല്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം ഈ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലും ഓയിലും മിക്സില്ലേ, അതും അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്ലോലി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ്. അപ്പം കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓവനിൽ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം ഫുള്ളായിട്ട് ഈ ഒരു ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. 20 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാൻ. ആ ടൈം കൊണ്ട് നമുക്കൊരു മിൽക്കിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 250 ml 1 കപ്പ് പാൽ. അതിലേക്ക് ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് മധുരം കൂടുതൽ വേണം, അതുകൊണ്ടാണ് മിൽക്ക് മെയ്ഡ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ആവശ്യമുണ്ട്. ഇതുപോലൊരു ചെറിയൊരു ബോട്ടിൽ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി ഈ മിക്സിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്ര ഹൈറ്റ് വേണ്ട മിൽക്ക് കേക്കിന്, അതുകൊണ്ട് തന്നെ ഞാൻ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡ് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സൈഡ് നിർബന്ധമില്ല, പക്ഷെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു നൈഫ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കേക്കില്ലേ, നമുക്ക് വൈകുന്നേരം ചായക്കെല്ലാം കൂട്ടാൻ അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് കുംസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാനുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പാലിൻ്റെ മിക്സില്ലേ, അത് ഒഴിച്ച് കൊടുക്കണം.
ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീറ്റാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര പെർഫെക്ഷനും ഇല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പീസാക്കാം. ഞാനിപ്പോൾ ഒരു 6 പീസായിട്ട് ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 8 പീസാണെങ്കിൽ 8 പീസാക്കാം. ഞാൻ ഇത് കുറച്ച് ചെറിയ കേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 6 പീസാക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കിവിയാണ് വെച്ച് കൊടുക്കുന്നത്. പൊതുവേ ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോൾ സ്ട്രോബെറിയാണ് വെച്ച് കൊടുക്കല്, പക്ഷേ ഇന്ന് സ്ട്രോബെറി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കിവി വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. പക്ഷേ സ്ട്രോബെറി വെക്കുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ്. ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിൽക്കിൻ്റെ മിക്സില്ലേ, അത് ഇതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്കൊരു പീസ് കഴിച്ചാലില്ലേ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.